ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എന്നും ഓർക്കും കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുമുണ്ട്. പക്ഷേ ഈ എഡിറ്റ് ചെയ്യലും പരിപാടിയൊക്കെ ഒത്തിരി ടൈം എടുക്കും കേട്ടോ. നല്ല താമസം എടുക്കുക. ഇപ്പം ഷോർട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എളുപ്പം റെഡിയാക്കി ഇടും. പക്ഷേ ഒരു വലിയ വീഡിയോ ഇടണമെങ്കിൽ ഭയങ്കര താമസമാണ്. അപ്പം എന്തായാലും ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റായിരുന്നു. എനിക്കിന്ന് എൻ്റെ അപ്പയുടെ വീട്ടിൽ പോകണം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, നമ്മുടെ ഒത്തിരി പ്രിയപ്പെട്ടവരാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ടൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് നേരത്തെ ഉണർന്നു. പിന്നെ ഉറങ്ങാനേ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ തീർക്കുവാണേ. സാധാരണ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് വെക്കുന്നില്ല. 4:30 ആയിട്ടേ ഉള്ളൂ സമയം. ഇന്ന് രാവിലെ ഇപ്പം പാട്ടൊക്കെ വെച്ചാൽ ഉറങ്ങുന്നവർക്ക് ശല്യമാവും. എല്ലാവരും ഉറക്കുക. അപ്പം എല്ലാവരെയും ശല്യപ്പെടുത്തണ്ടെന്ന് ഓർത്ത് ഞാൻ പാട്ടൊന്നും വെച്ചില്ല. ഈ രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിളി പോയൊരവസ്ഥയാണ്. എന്നാ ചെയ്യണമെന്നറിയത്തില്ല. ചുമ്മാ കുറേ നേരം തെരാപ്പാര നടന്നു. വെട്ടം വന്നോന്ന് പുറത്ത് പോയി നോക്കി. പിന്നെയും കയറി വന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ നടന്നിട്ട് പിന്നെ ഞാൻ ഓർത്ത് തന്നാൽ അടുക്കളയിലെ പണിയൊക്കെ അങ്ങ് ചെയ്തേക്കാമെന്ന് ഓർത്ത് തീ കത്തിച്ചായിരുന്നു കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോഴേ. പിന്നെ ഞാനൊരു സാമ്പ്രാണിയൊക്കെ കത്തിച്ചുകൊണ്ട് അടുക്കളയിലൊക്കെ വെച്ച് ഒരു പോസിറ്റീവ് വൈബ് വന്നോട്ടെ എന്ന് ഓർത്ത്. പിന്നെ ഇന്നലെ ഏട്ടൻ പറഞ്ഞായിരുന്നു ചക്കക്കുരു തോരൻ വെക്കാവോന്ന് ചോദിച്ചായിരുന്നേ. എന്നാൽ ഇന്ന് തോരൻ വെച്ചേക്കാമെന്ന് ഓർത്ത് ചക്കക്കുരു ചിരണ്ടി ഞാനതൊക്കെ ചെയ്തു. പിന്നെ എനിക്കൊരു 5:30 ആകുമ്പോഴത്തേക്കൊരു യോഗ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ കഞ്ഞിയൊക്കെ ഇട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇന്നലത്തെ ചക്ക ഇരിപ്പുണ്ട്, ചക്ക വേവിച്ചത്. അപ്പോൾ അതും ഉണക്കമീനും ഇരിപ്പുണ്ട്. അപ്പോൾ അത് മതിയല്ലോ രാവിലെ എന്ന് ഓർത്തു. മക്കൾക്ക് ചിലപ്പോഴാണെങ്കിൽ അവർ കഴിക്കുകയില്ല. സാധാരണ ചിലപ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ എന്താ അവർക്ക് വേണം ഇനി കഴിക്കുകയില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപ്പുമാവോ പോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുവാണേ. പിന്നെ എനിക്ക് ഒത്തിരി വലിയ പണിയൊന്നുമില്ല, ഒതുക്കിപ്പെറുക്കലൊന്നുമില്ല. അത്യാവശ്യം ഒതുങ്ങി കിടക്കുക. പിന്നെ എല്ലാം തട്ടിക്കുടഞ്ഞ് ഒന്ന് തൂത്തുവാരിയിടാന്ന് ഓർത്തേക്കുന്നത്. ഇതുണ്ടല്ലോ ഏട്ടൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പൂമരം ഉണ്ടല്ലോ, പൂമരത്തിൻ്റെ ആ കാ പൊട്ടുന്ന നമ്മൾ പണ്ട് വെള്ളമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സാധനം, അതുകൊണ്ട് ഒരു ബോട്ട് പോലെ ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കാനായിട്ട് ഇന്നലെ ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു വൈകുന്നേരമേ. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ അലക്കാനെന്നോർത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. അലക്കൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പണി കഴിഞ്ഞ പോലെയല്ലേ. ഇനിയിപ്പം കോഴിക്ക് ഇച്ചിരി തീറ്റയും കൂടെ കൊടുത്തിട്ട് പെരയ്ക്കകത്തോട്ട് കയറുകയാണേ. എൻ്റെ ഒരു കോഴി ഇന്നലെ പട്ടി പിടിച്ചുവിടാം. ഇന്നലെ അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് അവരെ ഇറക്കി വിടുന്നില്ലെന്ന് ഓർത്താണ്. ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണത്തിനെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ 2 ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാം. വലിയ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലിന്ന്. ഇപ്പോൾ ചക്കക്കുരു ചിരണ്ടി വെച്ചതുകൊണ്ട് ഇനി ഒരു ചക്കക്കുരു തോരനും ഒരു രസം കൂടെ ഉച്ചക്കത്തേക്ക് വെക്കാമെന്ന് ഓർത്തേക്കുന്നത്. വേറെ അധികം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രസം ഉണ്ടാക്കി ആ തോരനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും മക്കൾ എഴുന്നേറ്റ് വന്നായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നിപ്പം ചക്ക വേവിച്ചത് വേണ്ട, ഉപ്പുമാവ് മതി, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ദേവൂട്ടൻ ഇരിക്കുവാണ്. ഇത് കണ്ടോ, ദേവൂട്ടൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ്. സ്കൂളിൽ നിന്ന് കൊടുത്തതാണ്. ഈ പയറിട്ട് മുളപ്പിച്ച് ആദ്യം എന്താ വരുന്നത്, വേരാണോ ഇലയാണോ വരുന്നത്, അതൊക്കെ നോക്കാനൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തതാണേ. അപ്പോൾ അവനത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേരിറങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുവാണേ. കൂട്ടത്തിൽ നിൽക്കണം. അവർക്ക് ഈ ഇതൊക്കെ കടുവൊക്കെ ഇടുമ്പം പൊട്ടിത്തെറിക്കും. അതിനൊക്കെ നമ്മൾ കൂടെ നിൽക്കണം. എന്നാലും അവൻ ചെയ്തോളാമെന്ന് പറയുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പോലെ കൂടെ നിൽക്കുവാണേ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ എൻ്റെ അപ്പയുടെ അടുത്ത് പോകണമെന്ന്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. നേരത്തേക്ക് അവധി സമയം കിട്ടാൻ നോക്കിയിരിക്കുക, അവധിക്കാലം തുടങ്ങാൻ നോക്കിയിരിക്കും ഞാൻ എൻ്റെ അപ്പയുടെ അടുത്തേക്ക് പോകാൻ. അമ്മാവനൊക്കെ പറയുന്നത് കേൾക്കാം. 2 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മാവൻ്റെ കൂടെ അപ്പയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അപ്പേനെ. അപ്പോൾ അവിടെ പോയി നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവധിക്കാലങ്ങളിലൊക്കെ പോയി ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പഠിക്കാനായിട്ട് അവിടുത്തെ സ്കൂളിൽ വെച്ചു. എൻ്റെ അപ്പയുടെ വീടിൻ്റെ അവിടെ ഉള്ള സ്കൂളിൽ വെച്ചിട്ട് അവിടെയാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ വേറെ എങ്ങും നോക്കിയില്ല. ഞാൻ അവിടെ തന്നെയാണ് പോയി +2 പഠിച്ചത്. അവിടെ നിന്ന് തന്നെ ഡിഗ്രിയും ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അടുപ്പമായിരുന്നു എൻ്റെ അപ്പയോട്. എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ അപ്പയെന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചിയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ വീട്ടിൽ പോയി. എന്തിനാണ് പോയെന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അവന് കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് നേരത്തെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവൻ്റെ കേക്കുമായിട്ട് ഞങ്ങൾ പോയതാണ്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് മക്കളെല്ലാം കൂടിയാണ് കേക്ക് മുറിച്ചത്.
അപ്പോൾ അവന് എന്തെങ്കിലും സർപ്രൈസായിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ അപ്പച്ചി എന്നൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു, എല്ലാവരും ഹാപ്പിയായിരുന്നേ. എൻ്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ 5 മക്കളാണേ. അതിലേറ്റവും ഇളയ ആളാണ് ഞങ്ങളുടെ അപ്പ. 4 ആങ്ങളമാർക്ക് ഒരു പെങ്ങളേ ഉള്ളേ. അതിൻ്റെ ആ സ്നേഹമായിരിക്കാം ഞങ്ങൾ മക്കൾക്കെല്ലാം ഞങ്ങളുടെ അപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അത്രയ്ക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റ് വിശേഷങ്ങളായിട്ട് പിന്നെ കാണാവേ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ.